കെ സോമൻ, അതായത് ഇതുവരെയും നിങ്ങൾ പറഞ്ഞിരുന്ന കാര്യം SDRFൽ നിന്നെടുക്കൂ, കേന്ദ്രം ആവശ്യമുള്ളതൊക്കെ തരുന്നുണ്ട് എന്നുള്ള ചോദ്യങ്ങളൊക്കെ, നിങ്ങളുടെ പറച്ചിലുകളൊക്കെ വെറുതെയാണ് എന്ന് സംസ്ഥാനം ആവർത്തിച്ച് തെളിവ് സഹിതം പറയുന്നു. അതൊരിക്കൽ കൂടി കോടതിയുടെ നിരീക്ഷണത്തിലും പ്രതിഫലിക്കുന്നു. 2016ലെയും 2017ലെയും ബില്ലുകളാണോ ഇപ്പോൾ തപ്പിയെടുത്ത് കൊണ്ടുവരുന്നത് എന്ന് കോടതി ചോദിക്കുന്നത് ദീപ പറഞ്ഞതുപോലെ മരണവീട്ടിലെ പോക്കറ്റടിക്ക് സമാനമാണ്, അല്ലെങ്കിൽ അതിലും ഉപരിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത ഈ SDRFൻ്റെ മാനദണ്ഡം സംബന്ധിച്ചാണ്. അതും കോടതി ആരാഞ്ഞു. അതൊന്ന് ലഘൂകരിച്ച് കൊടുക്കാമോ ഈ പശ്ചാത്തലത്തിൽ എന്ന് കോടതിക്ക് ആരായേണ്ടി വന്നു. നിങ്ങൾ പറഞ്ഞതൊക്കെ നുണകളാണ്. വയനാട്, മുണ്ടക്കൈ, ചൂരൽമല ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞത് നുണകളാണെന്ന് കോടതിയുടെ ഈ നിരീക്ഷണത്തിൽ ബോധ്യമാകുന്നു. അങ്ങനെയാണ് കേരളം ഇന്ന് സംസാരിക്കുന്നത്. കെ സോമൻ, അജിംഷാദ്, ഇതില് അങ്ങ് ഇൻട്രോയ്ക്ക് മുമ്പ് കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഈ ശബ്ദ സംവിധാനത്തിലെ സാങ്കേതികത്വമാണ് തുടക്കത്തിലും എനിക്ക് സംസാരിക്കാൻ കഴിയാതെ പോയത്. ഇപ്പോഴും അങ്ങ് ചോദിച്ച് അവസാനിപ്പിക്കുമ്പോൾ ആ സാങ്കേതികത്വം തുടരുന്നുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. അങ്ങ് ഇതിന്റെ ഈ ചർച്ചയുടെ ഇൻട്രോയ്ക്ക് മുമ്പ് ബഹുമാനനായ മന്ത്രി രാജീവിനോട് അങ്ങ് അദ്ദേഹത്തിന്റെ പ്രതികരണം കാണുകയാണ്. അദ്ദേഹം എന്താണ് പറയുന്നത്? പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനത്തിന്റെ ചെലവ് കൂടി നമ്മൾ വഹിക്കേണ്ടി വരുമോ എന്ന പരിഹാസ്യപൂർവമായ സമീപനത്തെ സംബന്ധിച്ച് അങ്ങക്ക് എന്താണ് പറയാനുള്ളത്? ഈ ചർച്ചയിലെ ബാക്കി പാനലിസ്റ്റുകൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതൊരു മനോഭാവത്തിന്റെ പ്രതികരണമാണ്. ഇതൊരു മനോഭാവത്തിന്റെ വൈകൃതമാണ്. ഈ വൈകൃതമായ സമീപനം തന്നെയാണ് ഈ വയനാടിന്റെ ഈ പ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട പ്രശ്നവും ഇത് തന്നെയാണ്. നോക്കൂ, ഇത് രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് ഒരു മാനുഷിക പ്രശ്നം തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. BJP അങ്ങനെ തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. അവിടെ കോടിയെത്താൻ, എല്ലാ സന്നാഹങ്ങളോടും കൂടി അവിടെ കോടിയെത്താൻ കേന്ദ്ര സർക്കാരിന്റെ സംവിധാനങ്ങളെല്ലാം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. അതെല്ലാവരും അംഗീകരിക്കുന്നതാണല്ലോ. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഒരു കേന്ദ്ര സഹമന്ത്രി അവിടെ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്തല്ലോ. ചൂരൽമലയും മുണ്ടക്കയും വേർപെട്ടു പോകുന്ന സന്ദർഭത്തിൽ അവിടെ ആകാശമാർഗം മാത്രമേ ബന്ധപ്പെടാൻ സാധിക്കൂ എന്നുള്ള സാഹചര്യം വന്ന സമയത്ത് അമ്പരപ്പിക്കുന്ന വേഗതയിൽ ആത്മാർത്ഥതയോടെ നമ്മുടെ സൈന്യം അവിടെ സമാന്തരമായിട്ടുള്ള ഒരു പാലം നിർമ്മിച്ചുകൊണ്ട് ആ നാടിന്റെ രക്ഷാപ്രവർത്തനത്തിൽ ഭാഗമായത് നാം കണ്ടല്ലോ. കുത്തിയൊഴുകുന്ന വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്ന മനുഷ്യജീവനുകളെ രക്ഷിക്കാൻ വേണ്ടി സൈന്യം ഓടി വന്നത് നാം കണ്ടല്ലോ. ആ നിലയിൽ കേന്ദ്ര സർക്കാർ എല്ലാ സന്നാഹങ്ങളോടും കൂടി ചെയ്യേണ്ടതാണ്. നമുക്ക് അനിവാര്യമായി അർഹതപ്പെട്ടതാണ്. അതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. തുടർന്ന് അവിടെ ഉണ്ടായ സാഹചര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തി കൊടുത്ത് എങ്ങനെ ചോദിക്കും പറയും എന്നുള്ളതാണ്. അത് താങ്കളുടെ എന്തോ മിസ്റ്റേക്ക് ആയിട്ടാണ് എനിക്ക് അറിയാനാകുന്നത്. എന്തായിരുന്നാലും സോമൻ, 2014 മോദി ഭരിക്കുന്നതിന് ശേഷമല്ല ഇന്ത്യൻ സൈന്യവും അതിൻ്റെ മികവും രൂപപ്പെട്ടത്. ഇവിടെ ചോദ്യം, സൈന്യം വരും, ഇന്ത്യൻ സേന ലോകത്തെ തന്നെ മികച്ച സേനകളിൽ ഒന്നാണ്. അത് നെഹ്റുവിൽ തുടങ്ങിയ ഒഴുക്കാണ്. അത് 2014 ശേഷം ഉണ്ടായതല്ല. ഒന്ന്, അതുകൊണ്ട് സൈന്യത്തിൻ്റെ മികവിൻ്റെ പേരിൽ BJP അങ്ങനെ ഞെളിയണ്ട. ഞാൻ ചോദിച്ചത് ഇതാണ്, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഘട്ടത്തിലാണോ രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ കാട്ടേണ്ടത്? അത് ശരിയാണ്. 2016ലെയും 2017ലെയും ബില്ലുകൾ തപ്പിയെടുത്ത് ഇപ്പോഴാണോ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഫീസുമായി നിങ്ങൾ ചെല്ലുന്നത്? അവർക്ക് എടുത്തുപയോഗിക്കാൻ പണമില്ല. SDRFലെ മാനദണ്ഡങ്ങളൊന്ന് മാറ്റിക്കൊടുക്കാമോ എന്ന് കോടതിക്ക് ചോദിക്കേണ്ടി വന്ന സാഹചര്യത്തെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയ പ്രതികരണമാണ് കെ സോമൻ ഞാൻ നിങ്ങളിൽ നിന്ന് ആരായുന്നത്, താങ്കളിൽ നിന്ന് ആരായുന്നത്. അജിംഷാദെ, ഞാൻ അത് തന്നെയാണ്, അതിലേക്കാണ് ഞാൻ വരുന്നത്. 2016ലെയും 2017ലെയും ഒക്കെ കണക്കുകൾ എടുത്തു കൊടുക്കുന്ന സന്ദർഭം എന്താണ്? ആ വക കാര്യങ്ങൾ ഇതുവരെ അവസാനിപ്പിച്ചിട്ടില്ല. സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ ആ നിലയിലുള്ള സമീപനം സ്വീകരിച്ചതിനെ നമുക്ക് എങ്ങനെയാണ് കുറ്റം പറയാൻ സാധിക്കുക? എങ്ങനെയാണ് ആ സമീപനം ശരിയല്ല എന്ന് നിങ്ങൾക്ക് വിമർശിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ്? അത് കണക്കുകൾ ശരിയാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, നമുക്കിപ്പോ ഇപ്പോഴൊരു കണക്ക് വന്നു.
സംസ്ഥാന സർക്കാരിന്റെ ഒരു കണക്ക് വന്നു. നികുതി അടയ്ക്കാത്ത പിരിഞ്ഞു കിട്ടാനുള്ള നികുതി പിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് റവന്യൂ വകുപ്പ് കർശനമായ നടപടി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നമ്മുടെ മാധ്യമങ്ങളിൽ വാർത്ത വന്നു. ഏത് കാലം തൊട്ടതാണ്? വളരെ മുമ്പേയുള്ള കാലം തൊട്ടുള്ള കോടിക്കണക്കിന് രൂപ സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾ നികുതി സംസ്ഥാന സോമനെ സർക്കാരിലേക്ക് പോലെ ഒരു തലമുതിർന്ന നേതാവ് ഞാൻ പറഞ്ഞു വരട്ടെ. അതൊക്കെ പറയുമ്പോൾ അല്ല, അങ്ങനെ താങ്കൾ പറയാൻ സ്വയം അനുവദിക്കണം. അപഹാസ്യനാവുകയാണ്. അങ്ങനെ ഞാൻ പറയാൻ ചോദിക്കുന്നത് കോടതിയുടെ അങ്ങനെ ഇന്നത്തെ പറയാൻ ചോദ്യം, അനുവദിക്കണം. കോടതിയുടെ ഇന്നത്തെ ചോദ്യമാണ്. ചോദ്യോത്തരമല്ല, അങ്ങ് പറയാൻ കോടതിയുടെ ഇന്നത്തെ പറയാൻ ചോദ്യം, അനുവദിക്കണം. കോടതിയുടെ ഇന്നത്തെ അത്ഭുതം കൂറൽ അതെന്താണ് സൂചിപ്പിക്കുന്നത്? 2017ലെയും 16ലെയും ഒക്കെ ബില്ലുകളാണോ ഈ ദുരന്ത സമയത്ത് നിങ്ങൾ കൊണ്ടുവരുന്നത്? 6 മാസം കഴിഞ്ഞെങ്കിലും ചോദിക്കും. 181 കോടി രൂപ ബാക്കിയുള്ളിടത്ത് 132 ചില്ലറ കൂടി നിങ്ങൾ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ ഫീസ് ഈടാക്കിയാൽ അവരെങ്ങനെ ജീവിക്കും? ഇതൊക്കെയല്ലേ ആ ചോദ്യത്തിന്റെ അർത്ഥം? ഇതൊക്കെ ചെയ്ത് കേന്ദ്ര സർക്കാരല്ലേ? അതിന്റെ പ്രതികരണമാണ് ഞാൻ ആരായുന്നത്. റവന്യൂവും അതിന്റെ പിരിവും ഒക്കെ മറ്റൊന്നാണ്. അത് വേറെ നടക്കട്ടെ, അത് നമുക്ക് വേറെ ചർച്ച വെക്കാം. ആദ്യം ഷാദെ, ഇപ്പോഴാണല്ലോ നിങ്ങൾ പറയുക 782.99 കോടി രൂപ കയ്യിലുണ്ടായിരുന്നവർ അതിൽ നിന്ന് കുറേയധികം പണം ചെലവാക്കി 21.3 കോടി രൂപ ചെലവഴിച്ചു. അതിനുശേഷം ഇപ്പം 638.3937 കോടി രൂപ ഇനി ചെലവഴിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ബാക്കി ഞങ്ങളുടെ കൈവശമുള്ളത് 61.53 കോടിയാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 132.61 കോടി രൂപ ചോദിച്ചതിനെ സംബന്ധിച്ചാണ് പരാതിയെങ്കിൽ അത് സ്വാഭാവികമാണ്. അത്രയും പറഞ്ഞാൽ ഇത് കേരളം കേൾക്കണം. ഇത് കേരളം കേൾക്കണം. ഈ അവസരത്തിൽ കോടതി ചോദിച്ചിട്ടും നിങ്ങളുടെ രാഷ്ട്രീയ മനോഭാവം ഇതാണെന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ കേൾക്കണം. ബിജെപിക്ക് കേരളത്തിൽ പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും നടത്തുമ്പോൾ ഇത് ജനങ്ങൾ ചൂണ്ടിക്കാണിച്ച് ചോദിക്കണം. അത് മാത്രം മതി. അത് വരിക എന്നുള്ളതാണ് ഞാൻ സോമനോട് ചോദിച്ചതിന്റെ അർത്ഥം. ഞാൻ തിരിച്ചെത്താം. സോമനിലേക്ക് തിരിച്ചെത്താം. അവിടെ ഉന്നയിക്കും. ബിജെപിയുടെ മറുപടി ഇത് കാലങ്ങളായി നിലനിൽക്കുന്ന സമീപനത്തിന്റെ ഭാഗമാണ്. അത് സർക്കാരിന്റെ ഏത് സർക്കാർ മാറി വന്നാലും ചെയ്യുന്നതാണ്. ഇത് സെറ്റിൽ ചെയ്തിട്ടില്ല എന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് എടുത്തു കാണിക്കുന്നത്. ഇത് കേരള ജനതയോട് താങ്കൾ പറയണമായിരുന്നു. അതിനാണ് ഞാൻ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നത്.